ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല മുരുമുരാന്നിരിക്കുന്ന ഉള്ളിപ്പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 സവാള തൊലി കളഞ്ഞ് വളരെ കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി തൊലി കളഞ്ഞ് ചെറിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം കനം കുറച്ച് അരിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. അതിനുശേഷം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് കുറച്ച് നമുക്ക് ആ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നല്ലതുപോലെ ഈ ഒരു മസാലക്കൂട്ടൊക്കെ ആ സവാളയിൽ നന്നായി ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സവാളയിൽ നിന്നും തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സവാളയും ആ ഒരു മസാലക്കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. കടലമാവ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ, ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അരിപ്പൊടി ഒത്തിരി കൂടി പോകരുത്, ഒരു 2 ടേബിൾ സ്പൂണോളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കായത്തിൻ്റെ പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ ഇത്രയും പൊടികൾ ചേർത്തിട്ടുള്ളതല്ലേ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ആ ഒരു സവാളയുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറേശ്ശെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ലൂസായ കൺസിസ്റ്റൻസിയിലല്ല നമ്മുടെ ഈ ഒരു പക്കോടയുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. നമുക്കിങ്ങനെ ചൂടായ എണ്ണയിലോട്ട് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ എന്താ പറയുക, വെതറിങ്ങനെ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒത്തിരി ഇങ്ങനെ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ അതാ കുറേശ്ശെ വെള്ളം ഒന്ന് നനച്ച് ആ ഒരു മസാല ചെറുതായിട്ട് നമ്മുടെ ആ ഒരു സവാളയിലൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പക്കോടയുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വിതറിയിടുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഒത്തിരി ഇങ്ങനെ കട്ടിക്കല്ല ഇട്ട് കൊടുക്കേണ്ടത്, ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഉള്ളിയുടെ മീതെ തന്നെ ആ ഒരു മസാല കോട്ടിങ്ങൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കും. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ക്രിസ്പി ആവുന്നത് വരെ, നല്ലൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ, ഒത്തിരി കരിഞ്ഞു പോകാൻ നിൽക്കരുത് കേട്ടോ. എന്നാലും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഉള്ളി പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പക്കോടയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുള്ള പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും പിന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായാലും അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ട് കഴിക്കാനായാലും ഒക്കെ അടിപൊളിയാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.